ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമുക്ക് റെഡിമെയ്ഡ് കുർത്തി ഫീഡിങ് കുർത്തിയാക്കിയിട്ട് മാറ്റാം കേട്ടോ. രണ്ട് സൈഡിലും സിബ് വെക്കാൻ പറഞ്ഞിട്ടാണ് കസ്റ്റമർ ഇത് കൊണ്ടു തന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. സിബ് വെക്കുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്കത് നല്ല ലൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിബ് വെക്കൽ നടക്കുകയുള്ളൂ കേട്ടോ. കാരണം രണ്ട് സൈഡിലും നമ്മൾ സിബ് വെക്കുമ്പോൾ അര ഇഞ്ച് വീതം അതായത് സിബ് വെക്കുന്നതിൻ്റെ അപ്പുറം ഇപ്പുറം അര ഇഞ്ച് വീതം കുറയുന്നതുകൊണ്ട് ഒരു സൈഡിൽ തന്നെ 1 ഇഞ്ച് കുറയും. അപ്പോൾ മറ്റേ സൈഡിലും 1 ഇഞ്ച് കുറയും. അങ്ങനെ 2 ഇഞ്ച് നമുക്കത് ഇടുങ്ങിപ്പോവും. അപ്പോൾ അതിനൊക്കെയുള്ള ലൂസ് ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും നമുക്ക് സിബ് വെക്കാനുള്ള ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതൊന്ന് നല്ല സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അളവൊക്കെ നോക്കിയിട്ട് സ്കെയിലെടുത്ത് വരച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ സിബ് ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് എവിടത്തെയാണോ വേണ്ടത് അത് നമ്മൾ സിബിൽ എന്തായാലും മാർക്ക് ചെയ്തിരിക്കണം കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു പോയിൻ്റൊക്കെ വ്യത്യാസം വന്നാലും അതവിടെ നല്ലോണം കാണാനുണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും സിബ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴെ നിന്നും മുകളിലേക്ക് ഓപ്പൺ ആക്കുന്ന രൂപത്തിലാണ് സിബ് വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഈ സീക്രട്ട് സിബ് എപ്പോഴും കംപ്ലൈൻറ്റ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെക്കുന്നതിന് മുന്നേ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതാ സിബ് നമ്മൾ നേരെ ഇതുപോലെ വെച്ചിട്ട് ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വെക്കുന്നവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ അത് വെക്കുന്നത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പണി കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ വെക്കേണ്ടത് അതുപോലെ കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കുക. അപ്പം ഞാനിത് ആദ്യമേ കട്ട് ചെയ്യുന്നില്ല, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നമ്മൾ പിൻ ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് പിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഏത് ഭാഗത്തേക്കാണോ തിരിക്കേണ്ടത് ആ ഭാഗത്തേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ നോർമൽ ഫൂട്ട് മാറ്റിയിട്ട് സിപ്പർ ഫൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സിപ്പർ ഫൂട്ടിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് സിബ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പം നോർമൽ ഫൂട്ടിൽ നമുക്ക് സീക്രട്ട് സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്തിരി ടൈം ഇരിക്കണം എന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സിപ്പർ ഫൂട്ട് എന്ന് പറയുന്നത് നമുക്കൊരു ടെൻഷനും ഇല്ല കേട്ടോ. കാരണം അതിൻ്റെ താഴിങ്ങനെ ഈ സിബിൻ്റെ ഈ ഒരു പാളുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ചാലുള്ളത് കൊണ്ട് അത് അതിലേക്ക് അങ്ങ് കയറി നിൽക്കും. പിന്നെ നമ്മുടെ സ്റ്റിച്ച് സിബിൻ്റെ പാളത്തുമ്മൽ വീഴുന്നത് നമുക്ക് ആ ഒരു ടെൻഷനേ വേണ്ട. അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര വരെയാണോ ഓപ്പൺ വേണ്ടത് അത്രയും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കെട്ടിട്ട് നിർത്തുക കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ അതിൻ്റെ മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫസ്റ്റായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ മറ്റേ സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ സിംഗിൾ ഫൂട്ടഡ് ആണെങ്കിൽ നമുക്ക് ലെഫ്റ്റും റൈറ്റും മാറ്റണ്ടേ. ഇതാവുമ്പം അതൊന്നും വേണ്ട, രണ്ട് സൈഡും ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് മാറ്റി വെച്ച് കൊടുക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. ഫൂട്ട് മാറ്റിയെടുക്കേണ്ട ഒരാവശ്യമില്ല, രണ്ട് ഭാഗം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ തന്നെ ജാക്കിൻ്റെ 3-in-1 പറഞ്ഞിട്ട് വേറൊരു ഫൂട്ട് വാങ്ങിക്കാൻ കിട്ടും. അതായാലും ഒന്ന് ലൂസാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ച് കൊടുത്താൽ മതി. നമുക്കത് സ്ക്രൂ വെച്ചിട്ട് അയച്ചിട്ട് വേറെ ഫൂട്ട് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ജാക്കിൽ ഒരുപാട് ഫൂട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. ഹൈ സ്പീഡിനും അത് യൂസ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. ഹൈ സ്പീഡിന് അത് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഈ ഒരു ഫൂട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. നോക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ അടുത്തും ജാക്ക് തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ ഹൈ സ്പീഡുള്ളവർക്ക്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ
ഇത് സിബിൻ്റെ സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം എവിടം വരെയാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് അതുവരെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നമുക്ക് സിബ് കണ്ടോ ഇത്തിരി ഒന്ന് താഴേക്ക് വലിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ പണിയാവും. അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആണോ എന്ന് നോക്കുക കേട്ടോ ആദ്യം തന്നെ, പിന്നെ നമുക്ക് തുന്നയിച്ചെടുക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമുക്ക് ഉള്ളിലേക്കാക്കിയിട്ട് സിപ്പൊന്ന് വലിച്ചു കൊടുത്താൽ മതി. അതിന് വലിയ പ്രയാസമൊന്നുമില്ല. നിങ്ങളുടെ ഉള്ളിലേക്ക് അത് ആക്കുന്നതോട് കൂടി സിബും റണ്ണർ നമ്മൾ വലിക്കണം കേട്ടോ, എന്നെങ്കിലേ അത് ഇങ്ങോട്ട് പോരുള്ളൂ. അപ്പോൾ ഇത്ര ടൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ഉള്ളിലൂടെ റണ്ണർ വലിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ സിബിൻ്റെ ബാലൻസ് ഉള്ളിലേക്കിടലും റണ്ണർ വലിക്കലും ഒന്നിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ രണ്ടറ്റത്തും നമുക്ക് എന്ത് ചെയ്യുക, ഒരു ടക്കിട്ട് കൊടുക്കണം. അപ്പോൾ ഇത്ര പണിയേ ഉള്ളൂ കേട്ടോ. സിബ് വെക്കാനുള്ളൊരു പണി എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ആ 1 ഇഞ്ച് അവിടെ നമുക്ക് കുറവ് വരില്ലേ, അതറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലൗസിനൊക്കെ ടക്കിട്ട് കൊടുക്കൂലേ, ആ ഒരു ഡാട്ട് ഇട്ട് കൊടുക്കൂലേ, അതുപോലെ ചെറിയൊരു ഡാട്ട് ഇട്ട് കൊടുത്താൽ മതി. ആ ഡാട്ട് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു സിപ്പർ കൂട്ട് കൊണ്ട് കഴിയൂല കേട്ടോ. അത് ചെയ്യാൻ പറ്റൂല എന്നല്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൃത്തിയായിട്ട് നമുക്ക് കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്യുക, സിംഗിൾ ഫൂട്ട് എടുക്കുക കേട്ടോ. ഏറ്റവും ബെറ്റർ അതിന് സിംഗിൾ ഫൂട്ടാണ്. അപ്പോൾ ഞാനിത് 2 സൈഡും സിബ് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ഫൂട്ട് മാറ്റുന്നത്. ഇതാണ് 3-in-1 ഫൂട്ട്. അപ്പോൾ ഇത് നമ്മൾ സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചാൽ നമുക്കിതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഫ്രണ്ടിലൊരു സ്ക്രൂ ഉണ്ടാവും ചെറുതത്, ഈ ഒരു സ്ക്രൂ അത് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റും ചെയ്യാം റൈറ്റും ചെയ്യാം. അപ്പം ഞാനിത് 2 ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല, തിരിച്ച് വെച്ച് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സിംഗിൾ ഫൂട്ട് ഒറ്റയ്ക്കും വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു ഫൂട്ടാകുമ്പം അതുകൊണ്ടുള്ള മെച്ചം എന്ന് വെച്ചാൽ നോർമലായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സിംഗിൾ ഫൂട്ടായിട്ട് ലെഫ്റ്റും റൈറ്റും ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതായത് ഈ ഫൂട്ടിൻ്റെ 2 സൈഡും സിംഗിൾ ഫൂട്ടിൻ്റെ ഉപയോഗം നടക്കും, സെൻറ്റർ നമുക്ക് നോർമൽ ഫൂട്ടിൻ്റെ ഉപയോഗം നടക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ഡാട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഒരു സിബ് വെച്ചതിൻ്റെ ആ ഒരു സൈഡിൽ തന്നെ വരണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ സിംഗിൾ ഫൂട്ട് ഇട്ടിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന്. ഒട്ടും അറിയില്ല, നല്ല വൃത്തിക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ മുകൾ ഭാഗവും ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കണ്ട നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ താഴേക്കൊരു ഡാട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നിൽക്കും. നമ്മൾ സാധാ സിബ് വെക്കുമ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല, സിബ് വെച്ച് കൊടുത്താൽ മാത്രം മതി. പക്ഷേ സീക്രട്ട് സിബ് വെക്കുമ്പോൾ നമുക്ക് ആ ഒരു 2 സൈഡിലും 1/2 ഇഞ്ച് വീതം ഉള്ളത് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് വീതം ഉള്ളത് അതവിടെ ചുരുണ്ട് നിൽക്കും. അപ്പോൾ വൃത്തികേടായി നിൽക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്, എങ്കിലേ അത് ഫിനിഷിങ് ആവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ സിബ്ബർ ഫൂട്ടിൻ്റെ റൈറ്റും കൂടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് റെഡിമെയ്ഡ് കുർത്തിയിലും 2 സൈഡ് സിബ് വെച്ചെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ജാക്കിൻ്റെ ഫൂട്ടിനെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.